ഓം ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയിൽ 25 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 26-ാമത്തെ ശ്ലോകം തൊട്ട് 30 വരെയുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആ ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. വാമേ ചക്ഷുഷി ചൈശാനി ശിവലോകോ മനോന്മനി മൂർധനി ബ്രഹ്മപുരിജ്ഞേയ ബ്രഹ്മാണ്ഡം ദേഹമാശ്രിതം പാദാ അധ ശിവോ അനന്ത കാലാഗ്നി പ്രളയാത്മക അനാമയ അധശ്ചൂർദ്ധം മധ്യമം തു ബഹി ശിവം അധ പാദോതലം വിദ്യാൽ പാദം ച വിതലം വിതു നിതലം പാദസന്ധിം ച സുതലം ജംഘമുച്യതേ മഹാതലം ച ജാനൂസ്യ ദൂരദേശേ രസാതലം കടിസ്ഥലാതലം പ്രോക്തം സപ്ത പാതാള സംജ്ഞയ കാലാഗ്നി നരകം ഘോരം മഹാപാതാള സംജക പാതാളം നാഭ്യ അധോഭഗ ഭോഗീന്ദ്ര ഫണിമണ്ഡലം വേഷ്ടിതം സർവതോ അനന്ത സ ബിബ്രേൽ ജീവസംജക. ശരീരത്തെ ഈ 14 ലോകങ്ങളായിട്ടും ഗ്രഹതാരക മണ്ഡലങ്ങളായിട്ടും തിരിക്കുന്നതാണ് ഈ ഭാഗം എന്നർത്ഥം. ഇത് ശരീരത്തെ നമുക്ക് ആ ഭാവത്തിൽ കാണാൻ സാധിക്കണം. അത് കാണാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പ്രപഞ്ചത്തിന്റെ കോപ്പിയാണ് നമ്മുടെ ശരീരം എന്നെങ്കിലും മനസ്സിലാക്കുക. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷേണ കൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അതേ കോപ്പി തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് ഇതിൽ നിന്ന് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഓരോന്നും കാണുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എന്നുള്ള ഈ ദേഹബോധം നമുക്ക് വിടുന്നവരെ ഈ ഒരു ചിന്താഗതിയിലേക്ക് എത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം 26-ാമത്തെ ശ്ലോകം പറയുന്നത് വാമേ ചക്ഷുഷി ചൈശാനി ശിവലോകോ മനോന്മനി മൂർധനി ബ്രഹ്മപുരീജ്ഞേയ ബ്രഹ്മാണ്ഡം ദേഹമാശ്രിത. ഇടത്തെ കണ്ണ് മനോന്മനി എന്നു പേരുള്ള ശിവലോകമാകുന്നു. ശിരസ് ബ്രഹ്മലോകമാണ്. അതിൻ്റെ ബ്രഹ്മാണ്ഡം മുഴുവനും ഈ ദേഹത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതായത് ഇടത്തെ കണ്ണ് മനോന്മനി എന്ന പേരുള്ള ശിവലോകമാകുന്നു. അത് ശിവമയമാണ്. ശിരസ് ബ്രഹ്മലോകമാണ്. ഊർധ്വം മൂലം അധശാഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർധ്വമൂലം എന്ന് പറയുന്നത് ശിരസ്സാണെന്നർത്ഥം. അത് ബ്രഹ്മലോകമാണ്. അങ്ങനെ ബ്രഹ്മാണ്ഡം മുഴുവനും ഈ ദേഹത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പാദ അധ ശിവോ അനന്ത കാലാഗ്നി പ്രളയാത്മക അനോമയ മതശ്ചൂർദ്ധം മധ്യമം തു ബഹി ശിവം. ഉള്ളംകാല് പ്രളയകാലത്തുണ്ടാകുന്ന കാലാഗ്നി പോലെയുള്ള തിളങ്ങുന്ന ആദിശേഷനും പാദത്തിന്റെ ബാക്കി ഭാഗം ശിവസ്വരൂപവുമാണെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഭഗവാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. വെറുതെ നമ്മൾ പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയുമ്പോഴും ഭഗവാൻ ഇങ്ങനെയുള്ള ശരീര സംബന്ധമായിട്ടുള്ള ചില ഗീതയിൽ പറയാത്ത കാര്യങ്ങളാണ്. ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ പ്രത്യക്ഷത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് അപരാശക്തി കൊണ്ട് ശരീരം എങ്ങനെ ഉണ്ടാക്കി, ശരീരത്തിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ദേവലോകത്തിൽ ശിവനായാലും 33 കോടി ദേവതാസങ്കല്പവും നമ്മുടെ ശരീരത്തിൽ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളെ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് സങ്കല്പിക്കണം. അതിനെയാണ് നമ്മളോട് പോഷിപ്പിക്കാൻ ഭഗവാൻ പറയുന്നത്. നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലുള്ള ദേവന്മാരെയൊക്കെ പോഷിക്കുന്നത് ദേവന്മാരായിരിക്കും, ദേവശക്തികളായിരിക്കില്ല. അതിൽ നിന്ന് ഒരു ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്ന സമ്പത്തും ഐശ്വര്യങ്ങളും ഇഷ്ടഭോഗങ്ങളും ഒക്കെ കിട്ടും. അതെങ്കിലും ഫലത്തിൽ നമുക്ക് പ്രത്യക്ഷ ഫലത്തെ നൽകുന്നതാണ്. പക്ഷേ നമ്മൾ അതിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകുന്ന ഇപ്പം ഗുരുവായൂർ ക്ഷേത്രം അടക്കം പോലും ഈ പരമമായതിലേക്ക് അവിടെ ആരും എത്താത്തതിൻ്റെ പൂർണ്ണമായ
ഇപ്പൊ തന്ത്രിയായാലും മേശാന്തി ആയാലും ഗുരുവായൂരപ്പന്റെ അടുത്ത് നിന്നും ഗുരുവായൂരപ്പൻ പറയുന്ന ഈ രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നർത്ഥം. അതാണ് ശരിക്കും നമ്മൾ ദേഹബോധത്തെ പറ്റി അപ്പൊ ദേഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗീതയിൽ കർമ്മയോഗത്തിൽ ഭഗവാൻ പറഞ്ഞത് ദേവാൻ ഭാവയതാൻ ഏനദേ ദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യ എന്ന് പറഞ്ഞാൽ ഈ ദേവസങ്കല്പങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാന ദേവതകളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം അതിനെ പോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനെ ഉപാസിക്കാൻ. അപ്പോഴാണ് ആ ദേവതാശക്തികളൊക്കെ ഓരോ ഇന്ദ്രിയങ്ങളിലും ഓരോ നാഡീവ്യൂഹങ്ങളിലും 72,000 നാഡികളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാഡികളൊക്കെ യഥാവിധി പ്രവർത്തിപ്പിച്ച് അത് ഒക്കെ ദേഹബോധത്തെ വിടുമ്പോൾ അതൊക്കെ തന്നെ അടഞ്ഞോളും. നമ്മൾ അടയ്ക്കാനായിട്ട് അതിന് എന്താ പറഞ്ഞ ഫെവിക്കോളും കൊണ്ട് നടക്കുകയൊന്നും വേണ്ട. ശരീരം മുഴുവൻ ഫെവിക്കോൾ വാച്ചാൽ ഈ ദ്വാരങ്ങളൊക്കെ അടയുമെന്നൊന്നും സങ്കല്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു സ്ഥലത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പോഷിപ്പിക്കാൻ പരമമായ ശ്രേയസ്സിലേക്ക് എത്തുന്ന ആ പരമമായ ശ്രേയസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോഷണക്രിയയാണ് ഭഗവാൻ പറഞ്ഞത്. ദേവാൻ ഭാവ യഥാൻ ഏനദേ ദേവ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ശരീരത്തിലുള്ള ദേവസങ്കല്പത്തെ മുഴുവൻ നമ്മൾ ഈ ഉപാസനാ മാർഗത്തിലൂടെ നമ്മൾ തന്നെ അവരവർ തന്നെ വിചാരിച്ചാലേ അതിനെ പോഷിപ്പിക്കാൻ സാധിക്കൂ. അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം. ആത്മശക്തിയാണ് ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന ഈശ്വരന്മാരുടെ ഈ പറയുന്ന എല്ലാ ദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന ഋഷികേശനായിട്ട് ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിട്ടിരിക്കുന്ന ആ ദേവൻ ആത്മസ്വരൂപനായിട്ട് നമ്മുടെ അന്തർയാമയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേവസങ്കല്പത്തിൽ തന്നെ മറ്റ് ദേവതകളെ പോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ദേവതാ ശക്തിയെ ഉണർത്തിയാലേ ഈ ദേവേന്ദ്രൻ എന്ന സ്ഥാനത്തിൽ ഇന്ദ്രന്റെയും ദേവനായിരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന ആ ശക്തി നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ ഇടത്തെ കണ്ണ് ശിവലോകമാണ്, ബ്രഹ്മലോകമാണ്. നമ്മൾ ആ ലോകം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഉള്ള ലോകം മുഴുവൻ കൈലാസാന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിപ്പിച്ച് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ പോവാ. ലക്ഷങ്ങൾ വേണം താനും അവിടെ എത്തണമെങ്കിൽ. കഷ്ടത വേറെ. ലക്ഷങ്ങൾ ചെലവാക്കിയാലും നമുക്ക് ഈസി ആയിട്ടൊന്നും അങ്ങോട്ട് എത്താനൊന്നും സാധിക്കില്ല. എത്രയോ ദിവസങ്ങൾ വേണം. അതിന് ചിലപ്പോൾ ശരീരം തന്നെ ക്ലേശം ഉണ്ടാക്കും. അപ്പൊ ബ്രഹ്മലോകം നമ്മുടെ അടുത്ത് തന്നെയാണ്. ഇടത്തെ കണ്ണ് ശിവലോകമാണ്, ബ്രഹ്മലോകം ശിരസ്സാണ്. അതിന് അങ്ങനെ ബ്രഹ്മാണ്ടം മുഴുവനും ഈ ദേഹത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോ ഈ ശ്രീകൃഷ്ണൻ തന്നെ 16,108 വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. അതിലെല്ലാം 10 കുട്ടികളെന്ന് പറഞ്ഞു. ഈ 10 കുട്ടികളാണ് നമ്മുടെ ജന്മാനുജന്മങ്ങൾ. നമ്മുടെ ഞാൻ പറഞ്ഞു 72,000 നാഡികൾ പ്രധാനപ്പെട്ടത്. അതിലും പ്രധാനപ്പെട്ടതാണ് 16,108 നാഡികള്. അതിലെല്ലാം 10 കുട്ടികളെന്ന് പറഞ്ഞാൽ ഓരോ ജന്മങ്ങളാ. അപ്പൊ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്രയെത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഭഗവാന്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സന്തതികളാണ് നമ്മൾ. പിതാമഹസ്യ ജഗതാ മാതാ ദാതാ പിതാമഹ എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതില് ഓരോ ജന്മങ്ങളും ഭഗവാന്റെ വീണ്ടും വീണ്ടും പുത്രന്മാരായിട്ട് 10 ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് കിടക്കണമെങ്കിൽ 10 സബ് മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോ ജന്മത്തിലൂടെയാണ് കണക്കാക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ നമ്മൾ ഗഹനമായ ഒരു ശാസ്ത്രമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ആർജിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. ധർമ്മക്ഷേത്രമാണ് നമ്മുടെ ശരീരം. ആ ധർമ്മക്ഷേത്രത്തിലാണ് ഈ പറയുന്ന ദേവതാസങ്കല്പങ്ങളും സകലതും അടിയുറച്ചു നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഭൗതികതയിൽ ആസുരീഭാവത്തിൽ വർത്തിക്കുമ്പോൾ ഇതൊന്നും പോഷിപ്പിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ദുഃഖകാരകന്മാരായിട്ട്, അല്ലെങ്കിൽ ഈശ്വര ശക്തിയെ ഞാൻ പറഞ്ഞു നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പോലും ഈശ്വര ശക്തിയുടെ എനർജി നമ്മൾ വേസ്റ്റാക്കുക ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈശ്വര ശക്തി നൽകിയിരിക്കുന്നത്? അത് ഉപയോഗിക്കാതിരുന്നാൽ തന്നെ ബ്രഹ്മഹത്യയാണ്. പലരും ബ്രഹ്മഹത്യാ പാപം എന്താ എന്നും ചോദിച്ചുകൊണ്ട് നടക്കും. ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഹത്യ ചെയ്തിട്ടൊന്നും ഉണ്ടാകുന്നതല്ല. നമുക്ക് ബ്രഹ്മം എന്ന് പറയുന്ന ബ്രഹ്മലോകമാണ് നമ്മുടെ ശിരസ്. അതിൽ എല്ലാവിധ ശക്തികളുമുണ്ട്, എല്ലാ ദേവത സങ്കല്പങ്ങളുമുണ്ട്.
അതെല്ലാം വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കാതിരുന്നാൽ ആ ശക്തിയെ ഹത്യ ചെയ്യുക, നമ്മൾ ചെയ്യുക, ഹനിക്കുക ചെയ്യുക. അപ്പൊ നമ്മളിൽ തന്നെയാണ് ഈ ബ്രഹ്മഹത്യാഭാവമൊക്കെ ഉണ്ടാവുക. നമ്മളതിനെ ദുർവിനിയോഗം ചെയ്ത് അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുക, അല്ലാതെ പുറത്തുനിന്ന് ഒരു ശക്തിയും വന്നിട്ട് നമുക്ക് ദോഷം ഉണ്ടാക്കുമെന്നല്ല. നമ്മളെ പറഞ്ഞു പേടിപ്പിക്കുന്നത് ബാക്കിയുള്ളവരാണ്. പരദേവിക്ക് കൊടുത്തില്ല, അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല, അങ്ങനെയുള്ള സങ്കല്പത്തിലൂടെ നമ്മളെ ചക്കരപ്പെടുത്തുന്നതാരാ? പക്ഷെ അങ്ങനെയെങ്കിലും പേടിപ്പിച്ചിട്ടാണ്. എന്തിനാ ഈ സങ്കല്പം പറയുന്നത്? അതിലും നമുക്ക് ദോഷം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ ഈശ്വര സങ്കല്പത്തിലേക്ക് ഒന്ന് വരുമല്ലോ. ഞാൻ പറഞ്ഞില്ല, മണിപ്പൂരകം വരെ കിടക്കുന്ന ആത്മശക്തി ഉയർത്തിക്കൊണ്ട് വന്നാലും മണിപ്പൂരകം വരെ കിടക്കുമ്പോൾ ഈ 3 ലോകങ്ങള് നമുക്ക് അധോലോകമാണ്. ഒരു കാരണവശാലും അതിൽ നിന്ന് ഹൃദയകമലത്തിലേക്ക് 4ാമത്തെ മണ്ഡലത്തേക്ക് ഉയരുമ്പോൾ മാത്രമേ കുറേശ്ശെ ഭക്തിയും ഈശ്വരീയ അവബോധമൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ പോലും ലഭിക്കുക അപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ ഈ ബ്രഹ്മാണ്ടം തന്നെ മുഴുവനും ഉണ്ടെന്ന് പറയുന്നു, ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പാദാതഥ ശിവോ അനന്ത കാലാഗ്നി പ്രളയാത്മക അനാമയ അധശൂർത്ഥം മധ്യമം തു ബഹി ശിവം. ഉള്ളംകാല പ്രളയകാലത്തുണ്ടാകുന്ന കാലാഗ്നി പോലെ തിളങ്ങുന്ന ആദിശേഷനും പാദത്തിന്റെ ബാക്കി ഭാഗം ശിവസ്വരൂപവുമാകുന്നു. പിന്നെ പറയുന്നു, അധ പാദോ തലം വിദ്യാൽ പാദം ച വിതലം വിതു നിതലം പാദസന്ധിം ച സുതലം ജംഗമുച്ചതേ. പാദത്തിന്റെ അടി ഉള്ളൻ, അതായത് പാദം ഉള്ളംകാല് അതലമെന്നും ഏറ്റവും അടിയിലുള്ള പാതാള ലോകമാണ് ഈ അതലം എന്ന് പറയുന്നത്. പാദത്തിന്റെ മുകൾ ഭാഗം വിതലവും കാൽ കണ നിതലവും കാൽ വണ്ണ സുതലവുമാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള കാര്യം പറയണത്. ഈ സർവ്വലോകങ്ങളും ബ്രഹ്മാണ്ടം തന്നെ നമ്മുടെ ശരീരമാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് പാദത്തിന്റെ ഉള്ളംകാല് അതലമാണ്, അതായത് ഏറ്റവും അടിയിലുള്ള പാതാള തലത്തെയാണ്. ഇവിടെ കാൽപാദത്തിന്റെ അടിയിലുള്ള ഉള്ളംകാല് പാതാള ലോകമാണ്. പാദത്തിന്റെ മുകൾ ഭാഗം വിതലവും കാൽ കണ നിതലവും കാൽ വണ്ണ സുതലവുമാണ്. പിന്നെന്താ പറയുന്നത്? മഹാതലം ച ജാനു ദൂരദേശേ രസാതലം കടിസ്ഥലാതലം പ്രോക്തം സപ്ത പാതാള സംജക. കാൽമുട്ട് മഹാതലവും തുടകൾ രസാതലവും അരക്കെട്ട് തലാതലവുമാണ്. ഇപ്രകാരം സപ്തപാതാളങ്ങൾ അരക്കെട്ട് മുതൽ കീഴോട്ട് സ്ഥിതി ചെയ്യുന്നു. അതായത് 7 ലോകങ്ങൾ മുകളിലേക്കും 7 ലോകങ്ങൾ താഴത്തേക്കും ആണ് നമ്മളെ 14 ലോകസങ്കല്പം പറയുന്നത്. നമ്മുടെ ശരീരം തന്നെ ബ്രഹ്മാണ്ടത്തിന് തന്നെ 14 ലോകം കൂടിയതാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഇങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ട ജനനിയാണ്. അപ്പൊ നമ്മുടെ ഓരോ ശരീരം അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട്. അവരുടെ ശരീരമുണ്ടെങ്കിൽ ആ ശരീരമൊക്കെ 700 കോടി ബ്രഹ്മാണ്ട. അപ്പോൾ ഓരോ ശരീരത്തിലും ഈ പറയുന്ന ലോകങ്ങളുണ്ട്. ഒരു ശരീരത്തിൽ തന്നെ മണിപ്പൂരകം തൊട്ട് താഴെ അരക്കെട്ട് മുതൽ താഴേക്കുള്ള 7 ലോകങ്ങളെ പറഞ്ഞു 2 ശ്ലോകത്തിലൂടെ. ഇനി അരക്കെട്ടിന് മുകളിലേക്കുള്ള 7 ലോകങ്ങളുണ്ട്. കാൽമുട്ട് മഹാതലവും തുടകൾ രസാതലവും അരക്കെട്ട് തലാതലവും ഇപ്രകാരം സപ്തപാതാളങ്ങൾ അരക്കെട്ട് മുതൽ കീഴോട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി കാലാഗ്നി നരകം ഘോരം മഹാപാതാള സംജക പാതാളം നാഭ്യ അധോഭഗ ഭോഗീന്ദ്ര ഭണിമണ്ഡലം വേഷ്ടിത സർവതോ അനന്ത സ ബിബ്രൽ ജീവസംജക. കാലാഗ്നി നരകം എന്ന് പേരുള്ള മഹാപാതാളം നാഭിയുടെ കീഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ജീവാത്മാവായിരിക്കുന്ന കുണ്ടലിനി സർപ്പിണി രൂപത്തിൽ എല്ലാ മണ്ഡലങ്ങളും ചുറ്റി അവിടെ വന്ന് സസുഖം ശയിക്കുന്നു. അതായത് കുണ്ടലിനി ശക്തി ഈ 7 മണ്ഡലങ്ങളെ ചുറ്റി ആണ്
മൂലാധാരത്തിൽ പോയി സ്ഥിതി ചെയ്യുന്നത്. അപ്പം മണിപ്പൂരകം മുതൽ, അതായത് നാഭീദേശം തൊട്ട് താഴേക്കാണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് കാലാഗ്നി നരകം എന്ന് പറയുന്നത് എവിടെയാ? മഹാപാതാളം. അതാണ് കാലാഗ്നി നരകം എന്ന് പറയുന്നത്. നാഭിയുടെ കീഴ്ഭാഗം, അതായത് അടിവയറ് എന്നർത്ഥം. നാഭിയുടെ കീഴ്ഭാഗം എന്ന് പറഞ്ഞാൽ അടിവയറ് സ്ഥിതി ചെയ്യുന്നു. ജീവാത്മാവായിരിക്കുന്ന കുണ്ടലിനി സർപ്പിണി രൂപത്തിൽ എല്ലാ മണ്ഡലങ്ങളും ചുറ്റി, അതായത് ഈ മണിപ്പൂരകത്തിൽ നിന്ന്, അതായത് അടിവയറ് ചുറ്റി ആണ് നട്ടലിൻ്റെ ഏറ്റവും കീഴെ കിടക്കുന്ന കുണ്ടലിനി ശക്തി അഥവാ മൂലാധാരത്തിൽ ചുറ്റി സസുഖം ശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 7 മണ്ഡലങ്ങളെ കവർ ചെയ്തിരിക്കുന്ന ശക്തി കുണ്ടലിനി ശക്തിയാണ്. അത് ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദമായിട്ട് സുഷുപ്തിയിൽ ശയിക്കുന്ന ഒരവസ്ഥയുണ്ടെന്നർത്ഥം. അപ്പോഴാണ് നമ്മൾ ഇതൊന്നും അറിയാതിരിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെ ഇത്രയധികം ശ്രേഷ്ഠമാണെന്നൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കാൻ കാരണം ഈ യഥാർത്ഥ ആത്മശക്തിയുടെ സ്വരൂപം ഈ പറയുന്ന അസുരീഭാവത്തിൻ്റെ ആധിക്യത്താൽ അഥവാ മായയുടെ പ്രഭാവത്താൽ അത് ഈ അജ്ഞതയുടെ കവചത്തിൽ മുങ്ങി സ്വസ്ഥമായിട്ട് ശയിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ 7 മണ്ഡലങ്ങളും ആണ് നമ്മുടെ മണിപ്പൂരകത്തിന് താഴെ. മണിപ്പൂരകം മുതൽ താഴേക്കുള്ളത് മുഴുവൻ അഗ്നിലോകം. അതായത് വയറ് തന്നെ അഗ്നി സ്വരൂപമാണ്, അഗ്നിലോകമാണെന്നാണ് പറയുക. അഗ്നിമണ്ഡലമാണ് വയറ്. അപ്പം അവിടെ അതുകൊണ്ടാണ് ജഡരാഗ്നിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ദഹിപ്പിക്കുന്നതും സംശീകരിക്കുന്നതും അത് ശരീരത്തിലെല്ലാം എത്തിക്കുന്ന പ്രോക്ടസും സമാന പ്രക്രിയയൊക്കെ നടക്കുന്നതൊക്കെ വയറിലാണെങ്കിലും ആ അടിവേർ ഭാഗമാണ് യഥാർത്ഥത്തിൽ പാതാളം എന്ന് പറയുന്നത്. അത് മഹാപാതാളം എന്ന് പറയും. അത് നാഭിയുടെ കീഴ്ഭാഗമാണ്. ജീവാത്മാവായിരിക്കുന്ന കുണ്ടലിനി സർപ്പിണി രൂപത്തിൽ ആ പാതാളത്തിൻ്റെ ഏറ്റവും താഴെ കുണ്ടലിനി ശക്തി ആണ്. മൂലാധാരം എന്ന് പറയുന്നത് നട്ടലിൻ്റെ ഏറ്റവും താഴെ മലദ്വാരത്തിൻ്റെ പിന്നിലായിട്ട്. സ്വാധിഷ്ഠാനം ഈ മൂലാധാരവും കൂടെ ഏകദേശം അതിൻ്റെ മധ്യത്തിലായിട്ട് വരും. അതായത് ജനനേന്ദ്രിയത്തിൻ്റെയും മലദ്വാരത്തിൻ്റെയും ഇടയിൽ ഒരു സ്ഥാനമുണ്ട്. അതാണ് നട്ടലിൻ്റെ എൻഡായിട്ട് പറയാം. ആ നട്ടലിൻ്റെ എൻഡിലാണ് സുഷുമ്ന നാഡിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ പറയുന്ന സർപ്പിണി രൂപത്തിൽ കുണ്ടലിനി ശക്തി സുഖമായിട്ട് ശയിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ 5 ശ്ലോകത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ മണിപ്പൂരകം തൊട്ട് താഴേക്കുള്ള 7 ലോകങ്ങളെയാണ് പറഞ്ഞത്. അതിന് മുകളിൽ പറഞ്ഞു ഇടത്തെ കണ്ണ്, വലത്തെ കണ്ണ്, ശിരസ് ബ്രഹ്മലോകമാണെന്ന് പറഞ്ഞു. ഇനി പറയുന്ന ഭാഗങ്ങൾ ഭൂലോകം, നാഭിദേശം, അല്ലെങ്കിൽ ഭൂർലോകം, ഈ 3 ലോകങ്ങളെ ഹൃദയലോകം, സ്വർഗലോകമാണെന്നൊക്കെ പറയുന്നത് അടുത്ത ഭാഗത്താണ്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഏതായാലും ഈ പ്രത്യക്ഷ പ്രപഞ്ചം, പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, 2 അർത്ഥമുണ്ട്. ഒന്ന്, പ്രത്യക്ഷമായിരിക്കുന്ന ശരീരം ആണ്. ഒന്ന്, പ്രകൃതി ഗുണങ്ങളാൽ തന്നെയാണ്, പ്രകൃതിയുടെ സ്വഭാവത്താൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ഈ പച്ചയായ ശരീരത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതേ പ്രകൃതി അകൃത്രിമമായിട്ടാണ് ചലിക്കുക എന്ന് വെച്ചാൽ ഈ ശരീരത്തിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു കൃത്രിമത്വവും മനുഷ്യൻ്റെ വിലപ്പോകില്ല. അവിടെ എന്തൊക്കെ അത് മാറ്റി വെച്ചാലും വേണ്ടില്ല, അത് പ്രവർത്തിക്കണമെങ്കിൽ പോലും പ്രകൃതിയുടെ സഹായമില്ലാതെ അത് പ്രവർത്തിക്കില്ല. ഒരു സാധനം നമ്മൾ കേടുവന്ന് മാറ്റി വെച്ചാലും അത് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന് യോജിച്ചാണോ ഇല്ലോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ആണല്ലോ മാറ്റിവെക്കലൊക്കെ നടക്കുക. അപ്പം അത് തന്നെ ഒരു പ്രകൃതിയുടെ സ്വഭാവത്തിൻ്റെ താരതമ്യത വരാതെ അതിനെ നിലനിർത്താൻ സാധ്യമല്ല. നിലനിർത്തണമെങ്കിൽ തന്നെ അതിനനുസരിച്ച് തന്നെ മരുന്നും, എന്നാലും ശാശ്വതമല്ല. എന്തെങ്കിലുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൃത്രിമമായിട്ട് എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ശാശ്വതമായിട്ട് നിലനിർത്താൻ സാധ്യമല്ല. ഒക്കെ താൽക്കാലിക. ശരീരം എന്താണോ ഉണ്ടായിട്ട് നശിക്കുന്നത്, റിപ്പയർ ചെയ്താൽ പോലും അത് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് ആസുരി സമ്പത്ത് എന്ന് പറയുന്നതും. പ്രത്യക്ഷകൃതം ആയിരിക്കുന്നത്, പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് എന്തൊക്കെ പ്രത്യക്ഷകൃതമായിരിക്കുന്നോ അത് നശിച്ചു പോകുന്നതാണ്. അതിനെ ഒരിക്കലും സംരക്ഷിക്കാൻ സാധ്യമല്ല. കാലാകാലം എന്ന് പറഞ്ഞാൽ എന്നെങ്കിലും അത് നശിച്ചു പോകും. എത്ര റിപ്പയർ ചെയ്താലും നിലനിൽക്കില്ല.
ഈ ഭൗതിക വസ്തുക്കൾ കൃത്രിമമായിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും കൃത്രിമമായിട്ട് ശരീരത്തെ സംരക്ഷിക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അകൃത്രിമമായിട്ട് ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭഗവാൻ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കണം എന്നർത്ഥം. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, പ്രകക്ഷേണകൃതം പ്രകൃതി, ഇതിനൊക്കെ പ്രേരണ നൽകുന്ന അവ്യക്ത സ്വരൂപ സ്കാൻ ചെയ്താൽ പോലും കാണാൻ പറ്റാത്തതായിരിക്കുന്ന ആത്മശക്തി, ഒരു എനർജി. ആ എനർജിയാണ് ശരിക്കും ഈ ശരീരത്തെ, പ്രത്യക്ഷമായിരിക്കുന്ന ഈ ശരീരത്തെ പോലും കാലത്തിനനുസരിച്ചു കൊണ്ട് സംരക്ഷിച്ച് നിലനിർത്തുന്നത്. അതാണ് ശരിക്കും ആ ആധാരം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ദൈവിക സമ്പത്ത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് അപരാശക്തിയുടെ പ്രതീകാത്മകമായിട്ട് നമ്മുടെ ജീവൻ ശരീരവുമായിട്ട് ചേർത്ത് വെച്ച് നമ്മളെ വിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് എന്താ? നമ്മളിപ്പോൾ ഈ യോഗ സാധനങ്ങളോ ജപതപാദികളോ ഒക്കെ ചെയ്യുന്നതുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഉപരിയാണ് ഒരൊറ്റ കാര്യം കൃത്യമായിട്ട് ചെയ്താൽ മതി. ത്യാഗമനസ്സോടുകൂടി ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ മതി. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ധർമ്മക്ഷേത്രമാണെങ്കിൽ ധർമ്മത്തിന് ലവലേശം ക്ഷതം വരാതെ ഈ ശരീരം ഉപയോഗിക്കുന്നവരാർക്കോ അവർക്ക് ഈ സിദ്ധിയൊക്കെ തന്നെ ലഭിക്കും. നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് ആകുന്ന എനർജിയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യോഗ സാധനയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരഭ്യാസവും വേണ്ട, ഇതൊന്നും അടയ്ക്കാനൊന്നും സാധ്യവുമല്ല. അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈശ്വര ശക്തി ശരിക്കും പോഷിപ്പിച്ച് അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശരീരം ധർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക്, തൻ്റെ ഇഷ്ടങ്ങൾ പോലും ത്യജിച്ചിട്ട് മറ്റുള്ളവരുടെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ശരീരമാണ് ധർമ്മക്ഷേത്രം. അവിടെ പിന്നെ ഒന്നും അടയ്ക്കാനില്ല. അവിടെ ധർമ്മത്തെ അടയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ധർമ്മം മാത്രമേ നിർവഹിക്കൂ. നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരം കിട്ടിയിരിക്കുന്നത്, അത് ധർമ്മത്തിൽ പ്രവർത്തിച്ച് അത് എപ്പോൾ വീണു പോകുന്നോ അത് ധർമ്മത്തിലേക്ക് തന്നെ ജയിക്കും. ധർമ്മം എന്ന് പറയുന്നത് ഈശ്വര ശക്തി തന്നെയാണ്. ജോ ധാരയതി ഇതി ധർമ്മക. എന്താണോ നമുക്ക് ഈ പ്രത്യക്ഷ പ്രകൃതമായിരിക്കുന്ന ശരീരത്തിലേക്ക് ജീവൻ ഭഗവാൻ പകർന്ന് ധരിപ്പിച്ചു വിട്ടിരിക്കുന്നത്, ആ ധർമ്മത്തിൽ ധാരണയുണ്ടാക്കിയാൽ മതി. ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, അന്ധവിശ്വാസമാകരുത്. ഞാൻ പറഞ്ഞു, വിശ്വാസിയായിരിക്കുന്നയാളും വിശ്വാസമില്ലാത്തയാളും പ്രത്യക്ഷത്തിൽ അത് അനുഭവിച്ചറിയുന്നില്ലെങ്കിൽ ഫലത്തിൽ രണ്ടുപേരും അന്ധവിശ്വാസികളാണ്. നാസ്തികരും ആസ്തികരും പ്രമാണം കൊടുക്കാൻ സാധ്യമല്ല. ഒരു നിരീശ്വരവാദിക്കും ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കാൻ നിരീശ്വരവാദിക്ക് സാധ്യമല്ല. ഈശ്വരവാദിയാണെങ്കിൽ പോലും ഈശ്വരനുണ്ടെന്ന് തെളിയിക്കാനും ഈശ്വരവാദിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫലത്തിൽ രണ്ടു കൂട്ടരും അന്ധവിശ്വാസികളാണ്. പിന്നെ എങ്ങനെ ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക? നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയണം. നിങ്ങൾ ധർമ്മം അനുസരിച്ചുകൊണ്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ പൂർവജന്മാതീതമായ കാർപ്പണ്യ ദോഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന സകല ദുഃഖങ്ങളും ഇല്ലാതെ വരും. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്താ? നിങ്ങൾ ഏറ്റവും വലിയ ഈശ്വര ഭക്തനാകുന്നത് എപ്പോഴാ? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം എന്നുള്ള ആ വാക്ക് നമ്മൾ എന്തിനാ പ്രതിബോധം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ധർമ്മത്തിലാണ് പ്രതിബോധം. ഗീതയിലെ ആദ്യത്തെ വാക്ക് ധർമ്മമാണെങ്കിൽ അവസാന വാക്ക് മമ എന്ന വാക്കാണെങ്കിൽ അത് ആദ്യം ചേർത്തുകൊണ്ട് മമ ധർമ്മം എന്താണെന്ന് ഭഗവാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ചെയ്താൽ തന്നെ ഈ പറയുന്ന ശരീരത്തിലെ 14 ലോകങ്ങളും അതിനു വേണ്ടിയിട്ട് നിലനിർത്തും. 14 ലോകങ്ങളെ ചേർത്ത ഒരു ശരീരത്തിൻ്റെ ഉടമയാണ് നമ്മൾ. നമ്മുടെ ശിരസ് ബ്രഹ്മലോകമാണ്. അത് പുറത്തേക്കൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴായി പ്രശ്നം. സൂര്യചന്ദ്രാദി കണ്ണുകളാണ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കണ്ണുകളാണ് 2 കണ്ണുകൾ. അപ്പം നമ്മുടെ ശരീരത്തിൽ മുഴുവൻ നമ്മൾ ഈശ്വര സങ്കല്പത്തിലേക്ക് ഉറപ്പിച്ചില്ലെങ്കിൽ പിന്നെ പുറത്തുള്ളത് നമ്മൾ എങ്ങനെ ഈശ്വരനെ കാണാൻ സാധിക്കും? നമ്മുടെ കയ്യിലുള്ള ശക്തികൾ ഈശ്വര സങ്കല്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ ഭാവത്തിൽ നമുക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബാക്കി ഇടപെടലുകളിലും അത് സാധ്യമല്ലാതെ വരും. എപ്പോഴാണോ നമുക്ക് ഈ അവബോധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്, പറയാൻ സാധിക്കുന്നുണ്ട്, പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്, ധർമ്മക്ഷേത്രം അനുസരിച്ചുകൊണ്ട് അത് പ്രവർത്തിപ്പിക്കുമ്പോൾ
ബാക്കി അസുരി ഭാവം മുഴുവൻ അടഞ്ഞു പോകും. പിന്നെ വേസ്റ്റ് ആകുന്ന പ്രശ്നമില്ല എനർജി. പിന്നെ ഇത് കൃത്യമായിട്ട് ചെയ്ത് പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്യും. കേവലം പ്രണവ മന്ത്രം മാത്രം മതി. അത് ഇത് സാക്ഷാത്കരിച്ച് നൽകുന്നത് നമുക്ക് ഗീതയിലെ 8-ാം അധ്യായത്തിലാണ്. ശരിക്കും ഈ ഉത്തരഗീതയിലെ 2-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗത്തെ ആശ്രയിച്ചുകൊണ്ട് ശരീരം എങ്ങനെയാ ത്യജിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് ഈ ശരീരത്തിൽ ആ ബോധത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നർത്ഥം. ഇതിന് രമണ മഹർഷിയുടെ അടുത്തൊരു പണ്ട് അതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതുമായിട്ട് താതാത്മ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് അതിസുലഭം എന്ന് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരയ്യർ എന്ന് പറഞ്ഞിട്ടൊരു സാധാരണ ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം കുടുംബത്ത് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് പോയി ചെന്നെത്തപ്പെടുന്നത് നടന്നാ പോകുന്നത്. ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ ഇല്ലെങ്കിൽ സോഴ്സൊന്നും നോക്കിയിട്ടൊന്നുമല്ല. നടന്ന് തിരുവണ്ണാമലയിലെത്തി. ഒരു ദേഷ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതാ, വൈരാഗ്യം വന്നിട്ട്. പിന്നെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകണം. നടന്നുപോയി. എവിടെ പോയി? ഇന്നത്തെ പോലെ കംപ്ലൈൻറ്റ് കൊടുക്കാനോ ഇല്ലെങ്കിൽ മിസ്ഡ് പേഴ്സൺസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് തിരയുന്നോ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. എന്തായാലും ഇദ്ദേഹം തിരുവണ്ണാമല എത്തി. എന്നിട്ട് അവിടുത്തെ ക്ഷേത്രത്തിൽ തന്നെ എന്തെങ്കിലും വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. ബ്രാഹ്മണനായിരുന്നുകൊണ്ട് അവിടെ ചന്ദന അരയ്ക്കുന്ന ഡ്യൂട്ടിയോ അങ്ങനെ എന്തോ ചെയ്തു. ക്ഷേത്രത്തിൽ കുറേ കാലം ചെയ്തു. അപ്പോൾ ചന്ദന അരയ്ക്ക് അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും പ്രസാദം ഭക്ഷണം കിട്ടും, അത് കഴിക്കും, അവിടെ തന്നെ കിടക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. പക്ഷേ ഈ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇദ്ദേഹം ഗിരിപ്രദക്ഷിണം നടത്തും. തന്നെ വെറുതെ നടക്കും. എന്നിട്ട് പോകുന്ന വഴി രമണ മഹർഷിയുടെ ആശ്രമത്തിൽ കയറും. കുറച്ചു നേരം അവിടെ ഇരിക്കും. ഒന്നും മിണ്ടില്ല, അദ്ദേഹത്തോടൊന്നും പറയാം. അതിന് മാത്രം പാണ്ഡിത്യമോ വേദം പഠിക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. സംസ്കൃതം അറിയില്ല. ഇങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യൻ. ഭക്തനാണെന്ന് ചോദിച്ചാൽ ഭക്തനുമല്ല, വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ ജോലി ചെയ്യണം. എന്നാലും ഈ ഗിരിപ്രദക്ഷിണം ദിവസവും ചെയ്യും. ഈ അമ്പലത്തിലെ പണി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പം നടക്കും. അത് ഗിരിപ്രദക്ഷിണമായിട്ട് മാറും. പോകുന്ന വഴിയാണ് രമണ മഹർഷിയുടെ ആശ്രമം. അപ്പോൾ അവിടെ കയറും. കുറച്ചു നേരം അവിടെ ഇരിക്കും. ഒന്നും സംവാദത്തിനൊന്നും നിൽക്കില്ല. കുറച്ചു നേരം അവിടെ ഇരിക്കും, മൗനമായിട്ടിരിക്കും. എന്നിട്ട് തിരിച്ച് വീണ്ടും അമ്പലത്തിൽ വന്ന് കിടക്കും. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. അവസാനം നമ്മൾ ഏത് ജോലിയാണെങ്കിലും വേണ്ടില്ല, തുടർച്ചയായിട്ട് ചെയ്താൽ അത് ബോറടിക്കാൻ തുടങ്ങും. എത്ര നല്ല ജോലിയാണെങ്കിലും വേണ്ടില്ല, കുറേ ദിവസം നമ്മൾ ഏത് ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഭൗതിക തലത്തിൽ നമുക്ക് താല്പര്യം എന്താ പറഞ്ഞാൽ കൃത്യമായ ഒരു ലക്ഷ്യവും താല്പര്യമോ ഒന്നും ഇല്ലാതെയാ ചെയ്യുന്നതുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനോട് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് കുറേ കാലം ഈ ചന്ദന അരച്ചരച്ചരച്ച് പിന്നെ എപ്പോഴും ചന്ദന അരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ കൈക്കൊക്കെ എപ്പോഴും ചലനം, ഇങ്ങനെ അരച്ചരച്ചരച്ച് അങ്ങനെയാണ് നമ്മൾ തന്നെ നമുക്ക് ആ ഭാവം വരും. എപ്പോഴും അരച്ചരച്ച് കൈയൊക്കെ അതേപോലെ ആകുന്ന ഒരു വിധത്തിലൊക്കെ എത്തി. അവസാനം ഈ പണി ഉപേക്ഷിക്കണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടായപ്പം എന്നും ഏതായാലും രമണ മഹർഷിയുടെ അടുത്ത് പോവും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രമണ മഹർഷിയോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ കുറേശ്ശെ പാചകമൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പം എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ അടുക്കളയിൽ എന്നെ നിർത്തിയാൽ തിരക്കില്ല. ഞാൻ ഈ ചന്ദനമൊക്കെ അരച്ച് മടുത്തു, കുറേ കാലമായി അതിങ്ങനെ അരച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും, അത്യാവശ്യം കുറച്ച് പൈസയും മടലുള്ള പൈസയും കിട്ടും, ഭക്ഷണവും കിട്ടും, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി തന്നാൽ തിരക്കില്ല എന്ന്. എന്നിട്ട് ഇദ്ദേഹം രമണ മഹർഷിയുടെ ശുപാർശ കൊണ്ടെന്ന് പറഞ്ഞ പോലെ കുറേ വയസ്സായ പാട്ടിമാരൊക്കെയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിന്നു. അദ്ദേഹത്തിന് കുറച്ച് മുറിശുണ്ടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇഷ്ടമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയൊക്കെ ചെയ്യും. അപ്പം ഈ പാട്ടിമാരുമൊക്കെ ആയിട്ട് ചിലക്കിടയ്ക്ക് ശണ്ട കൂടും. അല്ലാതെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ സത്സംഗത്തിലൊക്കെ ഇരിക്കുമെങ്കിലും രമണ മഹർഷി അധികവും പ്രസംഗവും പ്രഭാഷണവും ഒന്നും നടത്താറില്ല. എന്നാലും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ അങ്ങനെ 3 നേരം ഭക്ഷണം കിട്ടും. ഇങ്ങനെ അവരെ സഹായിച്ച് കുറേ കാലം നിന്നപ്പോഴും ഇടയ്ക്ക് ഗിരിപ്രദർശനത്തിനും ഒക്കെ പോവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുറിച്ചുണ്ടി വരും. ഈ ദേഷ്യം വലിയ പ്രശ്നമാണെന്ന് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലാകാറുണ്ട്. ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ പാത്രമൊക്കെ എടുത്ത് വലിച്ചെറിയുക, അങ്ങനെയൊക്കെ അവരോട് ചിലപ്പോൾ കയർക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ
ബാക്കിയൊന്നും അറിയൂല. അപ്പം എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ എങ്ങനെയാ ബ്രഹ്മസാക്ഷാത്കാര നാടകമാണ് എന്നൊക്കെ രമണ മഹർഷിയായിട്ട് സംവാദം ഇടയ്ക്ക് ഒന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, നിനക്കൊന്നും അറിയില്ല അറിയില്ല എന്ന് ആരോ അകത്തിരുന്ന് പറയുന്നുണ്ടല്ലോ, അത് ആരാന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്ന് പറയും. ഇങ്ങനെയാണ് രമണ മഹർഷിയുടെ ഉപദേശങ്ങളും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അധികമൊന്നും സംസാരിക്കില്ല. സംസാരിച്ചാൽ തന്നെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഈ ചോദ്യം തന്നെ കൊണ്ട് ആരാ ചോദിപ്പിച്ചതെന്ന് ചോദിക്കാൻ, അന്വേഷിക്കാൻ പറയും. ഇങ്ങനെ ഒരു സ്വഭാവമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതേപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ 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 ഈ നമ്മൾ ഗീതയിൽ 8-ാം അധ്യായത്തിൽ പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ മോക്ഷപ്രാപ്തിയെപ്പറ്റി, ശരീരദേഹം ഉപേക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ബാക്കി മന്ത്രമൊന്നും അറിയില്ല, വേദം ചൊല്ലാൻ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വന്നാലും ചിലപ്പോൾ ഓം എന്ന് പറയും. ഇവരോട് ദേഷ്യം വന്നിട്ട് മറുപടി പറയുമ്പോൾ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയുന്നതിന് പകരം ഓം എന്ന് പറയും. ഇങ്ങനെ ഒരു ശീലം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരിക്കൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നപ്പം രമണ മഹർഷി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഈ ദേഷ്യം പോകാൻ എന്ത് ചെയ്യണം എന്നുദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കണം എന്നൊന്നും തോന്നിയില്ല. പിന്നെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊന്ന് ഗിരിപ്രദക്ഷിണത്തിന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഓ ആയിക്കോട്ടെ എന്ന് രമണ മഹർഷി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വെറുതെ നടന്നു. ഗിരിപ്രദക്ഷിണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദേഷ്യമൊക്കെ പോയി. അപ്പം ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാ. പക്ഷേ ഈ ദേഷ്യമില്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ പോയ ആള് സ്വയം അതിനുള്ള പരിഹാരമാർഗം കണ്ടെത്തി അതിന് അനുവാദം ചോദിക്കുക ചെയ്തു. അപ്പൊ ഇതൊക്കെ സ്വയം സംഭവിക്കുക. എന്നിട്ട് ഇതൊക്കെ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാമിയെ സമാധിയായി, രമണ മഹർഷി ഒരിക്കൽ സമാധിയായതിനു ശേഷം കുറച്ചു കാലം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നു. സ്വാമിയായിട്ടുള്ള സമ്പർക്കം, സത്സംഗത്തിലൂടെ ഈ പ്രണവമന്ത്രം മാത്രം ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ ജപിക്കും, ഓം ഓം ഓം. അപ്പോൾ ഒരിക്കൽ തൻ്റെ ഏറ്റവും രമണ മഹർഷി സമാധിയായതിനു ശേഷം തൻ്റെ ഉത്തമ സുഹൃത്തിനോട് പറഞ്ഞു, ഇനിയൊരു 16 ദിവസം എനിക്കുള്ളൂ. 16 ദിവസത്തിനകം 16-ാമത്തെ ദിവസം എൻ്റെ ഗുരുജി വന്നിട്ട് എന്നെ കൊണ്ടുപോയിക്കോളും എന്ന് പറയും. വെറുതെ പറയാ. അപ്പം ഈ അതെങ്ങനെയാ സാധിക്കുക? ഗുരു വന്ന് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരോട് പറഞ്ഞാലൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്തായാലും പിന്നെ അന്ന് സുന്ദരേശയ്യരോ ഒരു മഹാപണ്ഡിതനൊക്കെ ജീവിച്ചിരുന്ന കാലത്താണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദിവസവും ഇങ്ങനെ കേൾക്കും. ഓരോ ദിവസവും പറയും 16-ൽ എത്ര ദിവസം കുറഞ്ഞു, 15ആയി, 14ആയി. ഇങ്ങനെ ദിവസവും ഈ കൂട്ടുകാരൻ്റെ അടുത്ത് കഴിഞ്ഞ് ഇനി 14 ദിവസം, ഇനി 13 ദിവസം, ഇനി 12 ദിവസം, ഇങ്ങനെ ആ 16-ൽ കണക്ക് മുറുക്കി പിടിച്ചിരിക്കുക. 16-ാമത്തെ ദിവസം എന്നെ സ്വാമി വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇദ്ദേഹം കുറേ കാലം ഈ പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഗിരിപ്രദക്ഷിണത്തിന് പോകും. അപ്പോൾ സുന്ദരേശ്വരികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ശരീരമൊക്കെ ക്ഷീണിച്ചു വരുന്നുണ്ട്, ഭക്ഷണക്രമമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് പരിശോധിപ്പിക്കാൻ കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിന് ശാരീരികമായിട്ട് പരിശോധനയിലൊന്നും ഒരു രോഗവും കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും എന്നിട്ടും ഇദ്ദേഹം ഈ പിടുത്തം വിട്ടില്ല. ഇനി ഇത്ര ദിവസമുള്ളൂ, 10 ദിവസവും കൂടെ ഉള്ളൂ. ഇങ്ങനെ ഓരോ ദിവസം ഡീകൗണ്ടിങ് ചെയ്ത് 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 തലേ ദിവസം ഈ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ കൃത്യം 2 മണിക്ക് നീ എൻ്റെ അടുത്ത് വരണം, എന്നെ സ്വാമി കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞു. ഇതൊക്കെ സംഭവിച്ച കാര്യമാണ്, വെറുതെ ഒരു കഥയൊന്നുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ, രമണ മഹർഷിയുടെ ആത്മകഥയും ഒക്കെ നമുക്ക് വായിച്ചാൽ ഇങ്ങനെയുള്ള കഥകൾ പലതും നമുക്ക് അവിടെ നിന്ന് അനുഭവ കഥകൾ തിരിച്ചറിയാൻ സാധിക്കും. എന്തായാലും പിറ്റേ ദിവസം ഈ പറഞ്ഞ 16-ാമത്തെ ദിവസം ഒരു ദിവസം മുമ്പ് തന്നെ ആഹാരമൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ ഭക്ഷണമൊന്നുമില്ല, കഴിക്കലില്ല, ആര് കൊടുത്താലും കഴിക്കില്ല, എനിക്കിനി ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തായാലും ആ കൂട്ടുകാരന് ഏതായാലും എന്തോന്ന് സംഭവിക്കാൻ പോകുന്ന വല്ല ഒരു തോന്നൽ വന്നു. രാവിലെ ഇദ്ദേഹം പറഞ്ഞിരുന്ന സമയമൊക്കെ പെട്ടെന്ന് മറന്നിരുന്നു. പക്ഷെ എന്തോ ഒരു ഓർമ്മയിൽ 2 മണി ആയപ്പോഴത്തേന് ഇദ്ദേഹം കിടന്നിരുന്ന ആ കട്ടിലിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഇദ്ദേഹം മറന്ന് തന്നെ കിടക്കുന്നുണ്ട്. എന്തിനു പറയണോ, കൃത്യം 2:30 ആയപ്പം പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു, സ്വാമി എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കണു എന്ന് പറഞ്ഞ് പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. ഇത് രമണാശ്രമത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ പറയുന്ന യോഗാഭ്യാസങ്ങളോ സംസ്കൃതമോ മന്ത്രങ്ങളോ
ഇതൊന്നും പാരായണം ചെയ്യോ പുസ്തകജ്ഞാനമോ കേവലം എന്താ പറഞ്ഞേ, അവനവൻ്റെ എന്താണോ യുക്താഹാര വികാരസ് യുക്ത തേജസ്സു കർമ്മസു യുക്ത സ്വപ്ന അവബോധിച്ച യോഗോ ഭവതി ദുഃഖ എന്ന് പറഞ്ഞാൽ രോഗമുക്തമായ ശരീരത്തോടു കൂടി പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഈശ്വരപ്രാപ്തി സാധിക്കുമെന്ന് ഈ സുന്ദരേശ്വര അയ്യരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ എത്രയോ എത്രയോ മഹാത്മാക്കൾ ഭാരതവർഷത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. നമ്മളിതൊക്കെ കഥാരൂപത്തിലൊക്കെ വന്നതുകൊണ്ട് അറിയുന്നു. ഇതൊന്നും അറിയാതെ എത്രയോ പേര് അനായസേന ശരീരം ജീവിതം നയിച്ച അനായസേന ശരീരം ത്യജിച്ചവര് മഹാത്മാക്കള് ഈ സപ്തർഷികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇവരൊക്കെ മരിച്ച് ഇതായിട്ട് ഒരിടത്തും കഥ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇവർക്ക് അനേക വർഷം അവരവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ശരീരം എടുത്ത് വരും. ഇവര് ശരീരം ഉപേക്ഷിച്ച് എപ്പോഴാ പോകുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള മഹാത്മാക്കളിൽ ഇന്നും ഭാരതവർഷത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ചില ഡ്യൂട്ടികൾ യോഗീശ്വരന്മാരായിട്ടുള്ളത് ഈശ്വരനിലേക്ക് ലയിച്ചിട്ടും ചില ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ആരും അറിയാതെ ശരീരം ഉപേക്ഷിച്ച് പോയ സംഭവങ്ങളും ഒക്കെ ഈ ഭാരതവർഷത്തിലുണ്ട്. അതിനൊക്കെ മാധ്യമം ഈ ശരീരമാണ്. അപ്പൊ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് മരണം എന്ന് പറയുന്നത് സംഭവിക്കില്ല. അതാണ്, ശരീരം എടുത്തു വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. മരണം എന്ന് പറയുന്നത് ജീവാത്മാവിന് ഒരിക്കലും മരണമില്ല, ഈശ്വരശക്തിക്ക് ഒരിക്കലും നാശമില്ല. നാശമില്ലാത്തത് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സത്യത്തെ മനസ്സിലാക്കാനും അത് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ കഥകളും ഈ ശരീരത്തിന്റെ വ്യാഖ്യാനമൊക്കെ കേട്ടിട്ട് നമ്മുടെ ശരീരം ഈ ധർമ്മക്ഷേത്രമാണ്. ഈശ്വരന്റെ എല്ലാ ശക്തികളും ഈ പറയുന്ന 14 ലോകങ്ങളും ഒരു പ്രതീകാത്മകമായിട്ട് നമ്മുടെ ശരീരം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് ഇതിൽ നിന്നൊക്കെ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിൽ കൂടുതൽ ഇനിയും ഈ ശരീരത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട് ഭഗവാൻ. അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. 26 തൊട്ട് 30 വരെയുള്ള ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സമർപ്പിക്കാം. വ്യാമേ ചക്ഷുഷി ചൈശാനി ശിവലോകോ മനോന്മനി മൂർധനി ബ്രഹ്മപുരിജ്ഞേയ ബ്രഹ്മാണ്ഡം ദേഹമാശ്രിതം പാദാദധ ശിവോ അനന്ത കാലാഗ്നി പ്രളയാത്മക അനാമയ അധശോർദ്ധം മധ്യമം തു ബഹി ശിവം അധ പാദോതലം വിദ്യാൽ പാദം ച വിതലം വിധു നിതലം പാദസന്ധിം ച സുതലം ജംഗമുച്യതേ മഹാതലം ച ജാനു സ്യാൻ ദൂരദേശേ രസാതലം കടിസ്ഥലാതലം പ്രോക്തം സപ്തപാതാള സംജഗ കാലാഗ്നി നരകം ഘോരം മഹാപാതാള സംജഗ പാതാളം നാഭ്യ അധോഭഗ ഭോഗീന്ദ്ര ഫണിമണ്ഡലം വേഷ്ടിത സർവതോ അനന്ത സ ബിഭ്രൽ ജീവസംജഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇപ്പൊ ശരീരം തന്നെയാണ് മാധ്യമം. അത് ധർമ്മക്ഷേത്രമാണ്. ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് ധർമ്മത്തിന് ക്ഷതം വരാതിരിക്കാനാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. ആ ധർമ്മത്തിന് ക്ഷതം വരാതെ ധർമ്മക്ഷേത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോൾ ലഭിക്കുന്നു, കൃപ ലഭിക്കുന്നു, അപ്പോൾ ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ ധർമ്മത്തിലേക്ക് തന്നെ ധർമ്മസ്ഥാപകനായിരിക്കുന്ന ഭഗവാനിലേക്ക് ലയിക്കാനും നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിമഗീശാഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തുത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.